ഹായ് കുട്ടീസ്, അപ്പോൾ ഇന്നൊരു ഔട്ടിംഗ് വ്ളോഗാണ്. ഔട്ടിംഗ് വ്ളോഗ് എന്ന് പറയാൻ ഭയങ്കര ഔട്ടിംഗ് വ്ളോഗൊന്നുമല്ല, കാരണം ഞങ്ങൾ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കുട്ടി വീഡിയോ ആണിത്. പോയിട്ട് കുറച്ചധികം ദിവസമായി, ഏകദേശം ഒരു ഒരാഴ്ച എന്തായാലും കഴിഞ്ഞു. കാരണം ഓണം കഴിഞ്ഞതിൻ്റെ പിറ്റേന്നായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. കാരണം അന്ന് ലീവാണല്ലോ, ഓണം കഴിഞ്ഞ് പിറ്റേന്ന് എല്ലാവർക്കും ലീവാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഒന്ന് പോയിട്ട് വരാം, വെറുതെ ഒരു ടൈം പാസ്സൊക്കെ വിചാരിച്ച് വന്നതാണ്. അവിടെ എത്തി നോക്കുമ്പോഴാകട്ടെ ഒരു ഉത്സവത്തിനുള്ള ആളുണ്ടായിരുന്നു, നല്ലോണം ആളുകളുണ്ടായിരുന്നു. അന്ന് എല്ലാവർക്കും ലീവായതുകൊണ്ട് എല്ലാവരും ഇതേപോലെ ചെറിയൊരു യാത്രയൊക്കെ നടക്കാമെന്ന് വെച്ചിട്ടൊക്കെ വന്നതായിരിക്കും. ഒത്തിരി ആളുകളുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇതാ പട്ടം പറത്തിക്കുന്ന ഒരു വ്യൂ ആണിത്. അവിടെ പട്ടം ഉണ്ടായിരുന്നു, നമ്മൾ പൈസയും കൊടുത്ത് വാങ്ങണം. 50 രൂപയാണ് ഒരു പട്ടത്തിൻ്റെ വില. നമുക്കത് ആവശ്യമുള്ളവരാണെങ്കിൽ വാങ്ങാം, പറത്തിക്കാം. പിന്നെ ഞങ്ങളത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇതിന് മുൻപ് ഞങ്ങളൊരു ദിവസം പോയ ടൈമിൽ ഒരു പട്ടം ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ അതിനെ കൊണ്ട് ഒരു യൂസും ഇല്ല. പിന്നെ അത് വേസ്റ്റാണ്. നമ്മൾ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അത് വേസ്റ്റാണ്. കാരണം നമുക്ക് വീട്ടിലെത്തിയിട്ട് അത് പറത്തിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, വീട്ടിലേക്ക് കൊണ്ടുപോയാൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടുന്ന് വെറുതെ ഒരു 1-2 മിനിറ്റ് നേരത്തേക്ക് അത് വാങ്ങിയിട്ടെന്തിനാ, നമുക്ക് കാണാനാണ് ഇഷ്ടം പോലെ പട്ടങ്ങളുണ്ട് അവിടെ ഓരോരുത്തർ വാങ്ങിയിട്ട് പറത്തിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആ ഒരു ഇതൊക്കെ കണ്ടു. പിന്നെ ഐസ്ക്രീമിൻ്റെ കട കണ്ടപ്പോൾ മിലുവിന് ഐസ്ക്രീം വേണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കൊടുത്തില്ല, കാരണം ഓണം കഴിഞ്ഞപ്പോൾ തന്നെ ചെറിയ രീതിയിൽ തുമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല. പിന്നെ അവിടെ ഒരു വണ്ടി കണ്ടപ്പം ആ ഒരു വണ്ടീൻ്റെ പിന്നാലെയായി. ആ ഒരു വണ്ടിയിൽ കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സമയം വാശി പിടിച്ചു. അത് ഏതോ ഒരു കുട്ടീൻ്റെയാണ്, അവരുടെ രക്ഷിതാക്കൾ കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു. മറ്റേ കാറിലൊക്കെ വെച്ചിട്ട് കൊണ്ടുവന്നതാണ്. അത് ആ കുട്ടീൻ്റെ ആണല്ലോ. അപ്പം അതങ്ങനെ ഓടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓനൊന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു. അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുത്തു. ഓൻ ആ ഒരു പരിഭവത്തിലാണുള്ളത്. അപ്പം ഞങ്ങൾ എന്തായാലും അവിടെ കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു 5:30-6 മണി ആ ഒരു ടൈം, 5:30 ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ എത്തി കുറച്ച് സമയം തന്നെ ഇരുട്ടി തുടങ്ങിയതുകൊണ്ട് തന്നെ കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് വീഡിയോസ് എടുത്തു. പിന്നെ ഞാൻ ഒന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ ഞാനിട്ട ജീൻസ് എന്നോട് മാറിപ്പോയതല്ല, അന്നേരം തോന്നി ഇതിടാമെന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്തിട്ടതാണ്. പിന്നെ എനിക്കൊരു കംഫർട്ട് ഇല്ലാത്തതിനോട് തോന്നി വേറൊരു ജീൻസായിരുന്നു ഇടേണ്ടതിരുന്ന, അങ്ങനത്തെ ഒരു ഇത് തോന്നി. പിന്നെ അവിടെ എത്തി ഫോട്ടോസൊക്കെ എടുത്തപ്പോഴാണ് എനിക്ക് തന്നെ തോന്നിയത്. അപ്പോൾ അത് അത്ര ഒരു കംഫർട്ട് അല്ലാത്തതുകൊണ്ട് എനിക്കത്ര ഒരു ഉത്സാഹം ഉണ്ടായിരുന്നില്ല വീഡിയോ ഫോട്ടോസൊന്നും എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ ആ ഒരു ഈവനിങ് നല്ല രീതിയിൽ ആസ്വദിച്ചു. പിന്നെ നമ്മൾ ഇതേപോലെ ഒത്തിരി ആളുകളുടെ സ്ഥലത്ത് പോയാൽ നമുക്ക് കിട്ടുന്ന ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. ആ ഒരു ഇത് ആസ്വദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്ന് ഒന്ന് എൻജോയ് ചെയ്തു. പിന്നെ മിലു ആണെങ്കിൽ ഓനെ വെള്ളത്തിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് ഓന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓനെ വെള്ളത്തിൽ ഇറക്കരുതെന്ന്. കാരണം ഓൻ ഒന്നാമത് ചെറിയ രീതിയിൽ തുമ്മലൊക്കെ ഉണ്ട്, മൂക്കൊലിപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഓനെ മാറ്റാൻ വേണ്ടിയിട്ട് വേറെ ഡ്രസ്സോ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വെള്ളത്തിനൊന്നും ഇറങ്ങിയില്ല. പിന്നെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ നിന്നൊക്കെ കളിച്ചിട്ട് ഇങ്ങോട്ട് പാനിപ്പൂരീൻ്റെ ഒരു ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് ഞങ്ങൾ പാനിപ്പൂരിയൊക്കെ വാങ്ങി കഴിച്ചു. എനിക്ക് ഈ സംഭവം ഭയങ്കര ഇഷ്ടമാണ്. എത്ര തിന്നാലും മടുക്കാത്തൊരു സംഭവമാണ്. എവിടെ പോയി കണ്ടാലും എനിക്കിത് വേണം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കൊച്ചു വീഡിയോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.